ഹായ്, സെവരി കുക്കിംഗ് ആൻഡ് മോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻകറിയാണ്, ചൂരമീൻ കായിട്ട് വെച്ചത്. അപ്പോൾ വേഗം തന്നെ നമ്മുടെ മീൻകറി എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊടികളെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ പതുക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇത് ചൂടാക്കിയെടുക്കണം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി പതുക്കെ നിറം മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി 3 ടീസ്പൂൺ നിറച്ചെടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കറിക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പകുതി സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടിയും പതുക്കെ ചൂടാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് വറുത്തെടുക്കണ്ട. ഇതുപോലെ തന്നെ ഇതിൻ്റെ കളറ് മാറി പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും പാനിന് നല്ല ചൂടുണ്ടാവും. ഇനി ചൂടാക്കിയ പൊടി ഒരു മിക്സി ജാറിലിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ 4 ഗ്രാം വെളുത്തുള്ളിയും 3 ഗ്രാം ഇഞ്ചിയും ചേർക്കണം. അപ്പോൾ ഇനി മീൻകറിക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉപ്പും ഗോതമ്പ് പൊടിയും ചേർത്ത് കഴുകി വൃത്തിയാക്കിയെടുത്ത 450 ഗ്രാം ചൂരമീനുണ്ട്. ഇതാദ്യം ചൂടാക്കിയെടുത്ത പൊടികളുടെ അരപ്പാണ്. ഇത് കായ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്, ഏത്തക്ക അല്ല. നമ്മൾ ചെറിയ കായാണ് എടുക്കുന്നതെങ്കിൽ 3 എണ്ണം അല്ലെങ്കിൽ 200 ഗ്രാം വരെ എടുക്കാം. കറിവേപ്പില ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. കുടംപുളി 3 കഷ്ണമുണ്ട്, വലിയ കഷ്ണം. കുടംപുളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 10 ഗ്രാം, ചുവന്നുള്ളി 25 ഗ്രാം എടുത്തിട്ടുണ്ട്. 25 ഗ്രാം അല്ലെങ്കിൽ ഒരു 5-8 കഷ്ണം ഉള്ളി, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 4 ഗ്രാം ഇഞ്ചി ചെറുതായി നീളത്തിൽ അരിഞ്ഞത്. പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ശേഷം ചുവന്നുള്ളി നീളത്തരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കളറ് മാറി ഉള്ളി ചുവന്നു വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് പതുക്കെ ഇളക്കി കൊടുക്കുക. എണ്ണ തെളിഞ്ഞു വരട്ടെ. എണ്ണ തെളിഞ്ഞു വരാൻ വലിയ താമസമൊന്നുമില്ല. ഇത് ഓൾറെഡി നമ്മൾ കുറച്ച് വറുത്തതാണല്ലോ, പെട്ടെന്ന് തന്നെ അത് പാകമായി വരും. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ പതുക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കൊരു മൂടിപ്പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചാൽ മതി, ഇല്ലെങ്കിൽ അത് തിളച്ചു പോകും. മീൻകറി തുറന്ന് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവി കൊണ്ട് ഇളക്കിയാൽ കഷ്ണം പൊടിഞ്ഞു പോകുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ കായ ഇട്ട് വെച്ച ചൂരമീൻ കറി ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഉപ്പ് പുളിയോ ഒക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനാണ്, കുറവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂരമീൻ കായിട്ട് വെച്ച കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.